We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Now bring us some figgy pudding. Now bring us some figgy pudding. Now bring us some figgy pudding and bring it out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We all like figgy pudding. മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. വീഡിയോ ഒക്കെ കണ്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പതിവ് പോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വളരെ പഴമയുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് തയ്യാറാക്കണത്. അതായത് കോവയ്ക്കയും ഉണക്കച്ചെമ്മീനും ചേർത്തുള്ളൊരു മെഴുക്ക് പുരട്ടി. കോവയ്ക്കയും പച്ച ചെമ്മീനും ചേർത്തുള്ളൊരു മെഴുക്ക് പുരട്ടി ഞാൻ ഇതിനോടകം നേരത്തെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കാലമൊക്കെ മുമ്പ് ഞങ്ങളുടെയൊക്കെ നാടുകളിൽ പച്ചച്ചെമ്മീൻ്റെ ലഭ്യത കുറവായിരുന്ന സമയങ്ങളിൽ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. വളരെ രുചികരമാണിത്. ഉണക്കച്ചെമ്മീനൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ വീടുകളിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് കോവയ്ക്കായും കൊണ്ടുള്ളൊരു മെഴുക്ക് പുരട്ടി. അപ്പം നിങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ടാകും. ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്ത് നോക്കുക. എന്തായാലും അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പതിവ് പോലെ അറിയിക്കുക. ഞങ്ങൾ കിച്ചണിൽ പോയി പരിപാടികൾ തുടങ്ങട്ടെ കേട്ടോ. കോവയ്ക്ക, നാടൻ കോവയ്ക്ക, കോവയ്ക്കായും ഉണക്കച്ചെമ്മീനും പുളി ഉപ്പുമൊക്കെ ചേർത്ത് വേവിച്ചിട്ട് ഉലർത്തണത് ഒരു മെഴുക്ക് പുരട്ടി. ഞാൻ കോവയ്ക്കയുടെ 1-2 ഐറ്റം ചെയ്തിട്ടുണ്ട്. അതിലൊരു ഐറ്റം കോവയ്ക്കായും പച്ച ചെമ്മീനും കൂടെയുള്ള മെഴുക്ക് പുരട്ടിയായിരുന്നു. ഇത് പണ്ടത്തെ കാലത്ത് പച്ച ചെമ്മീനൊക്കെ വളരെ ലഭ്യത കുറവായിരുന്ന സമയങ്ങളിൽ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഐറ്റമാണ് ഉണക്കച്ചെമ്മീൻ ചേർത്തുള്ള കോവയ്ക്ക ഉലർത്താൻ. അത് തയ്യാറാക്കാം. ഞാനതിന് കോവയ്ക്ക ഓൾറെഡി അരിഞ്ഞു വെച്ചു. 1-2 എണ്ണം ഒന്ന് കാണിക്കാനായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അരിയണത് കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അരിയണതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം ഞെട്ട് 2 വശവും കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇത് ഇങ്ങനെ നടുക്ക് കട്ട് ചെയ്യുക. ഇതേ ഒന്നുമില്ല, ഇതേ കണ്ടോ? ഇതെങ്ങനെ. ഞാൻ മറ്റേ മെഴുക്ക് പുരട്ടിയിൽ കോവയ്ക്ക വട്ടത്തിലരിഞ്ഞാന്ന് തോന്നണം കേട്ടോ കാണിച്ചേക്കണത്. ഇത് ഞാൻ നീളത്തിലരിഞ്ഞ നടുവേ ഒന്ന് കട്ട് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഒരുപാട് നീളമായി പോവും. ഇതേ 2 അറ്റവും കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ചിലതൊക്കെ ഇതിൽ ചെനച്ചു തുടങ്ങി. ശരിക്കും ഈ ചെനയ്ക്കാത്തതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ വാങ്ങണതല്ലേ, അപ്പം പിന്നെ നമുക്ക് കറക്റ്റ് അതിൽ കിട്ടൂല. അപ്പം കുറച്ച് ചെനച്ചതും ഉണ്ട്. ഇത് ഞങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ അവിടെ പച്ചച്ചെമ്മീൻ അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്, കിട്ടൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഉണക്കച്ചെമ്മീൻ എപ്പോഴും മേടിച്ച് സ്റ്റോക്ക് വയ്ക്കും. ഈ വീട്ടിൽ കോവയ്ക്ക ഉണ്ടാവും എപ്പോഴും തന്നെ. എന്നിട്ട് ഈ ഒരു ഉലർത്തേറിയായിട്ട് ഇത് ഉണ്ടാക്കും ഇങ്ങനെ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് അതുണ്ടാക്കാനായിട്ട് അടുപ്പത്തേക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് പരിപാടി തുടങ്ങിയാലോ. ഉണക്കച്ചെമ്മീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീൻ എടുത്ത് വെച്ച് നമ്മൾ തലയും വാലും ഒന്ന് കിള്ളണം. 2 വശവും കിള്ളിക്കളയണം. എന്നിട്ട് എന്നാന്ന് വെച്ചാൽ ചീനിച്ചട്ടിയിലോ തവയിലോ എന്തെങ്കിലും ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാൽ കറിക്ക് ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അത് ചൂടാക്കി കഴിഞ്ഞിട്ട് വാങ്ങി വെച്ചേച്ച് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ കഴുകി വാരിയെടുക്കണം. ഉണങ്ങി മേടിക്കണേ നമ്മൾ എത്ര കണ്ട് നീറ്റാന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം കഴുകി വാരിയെടുക്കണതാണ്. ഇനി നമുക്കത് അടുപ്പത്തേക്ക് വെക്കാം. ഗ്യാസ് ഓൺ ചെയ്തു. ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചേക്കണത് ചെമ്മീനും കോവയ്ക്കും 2 കൂടെ വേവിക്കാനുള്ള വെള്ളം മൊത്തം അങ്ങ് ഒഴിച്ചതാണ്. അപ്പം വെള്ളം ഒഴിച്ചു. സ്വല്പം ഉപ്പിടുക. നമുക്ക് 2 കൂടെയുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ പോരായി ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തു. നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർക്കണം. ഉണക്കച്ചെമ്മീൻ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞിട്ട് കോവയ്ക്ക ഇടാവുള്ളൂ. ജസ്റ്റ് ചൂടായി കഴിയുമ്പോൾ ഇതിനുള്ള പുളി ചേർക്കണം. നമ്മൾ പുളി മീനൊക്കെ വേവിക്കാൻ ഉപയോഗിക്കുന്ന കുടംപുളി ഉരുക്കി വെച്ചേക്കണ സിറപ്പാട്ടോ ചേർക്കണം.
നമുക്ക് കാണിച്ചു കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ കിടന്നൊന്ന് തേക്കട്ടെ കേട്ടോ. ഞാൻ കയ്യിൽ എടുത്തുകൊണ്ട് വന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചട്ടിയിൽ. ഇനി നമുക്ക് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടിയും ഒരു സ്വല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിക്ക് മതി. അത് കോവയ്ക്ക ചേർത്തിട്ട് ചേർക്കണമെങ്കിൽ പൊടികൾ ചേർക്കാം, അല്ലാതെയും ചേർക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങ് ചേർക്കുക. ഒരു പൊടിക്ക് എരിവ് മുളക് പൊടി. പിന്നെ നമുക്ക് ഉലർത്താൻ നേരത്ത് ചേർക്കാമല്ലോ. ഇത് മതി. ചെമ്മീൻ ഒരുവിധം തികന്ന പോലെയായി. നമുക്കൊരു ആദ്യം ഒരു 2 സ്പൂൺ ഈ സ്പൂണിന് പുളി ഉരുക്കിയ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പോരായി ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. എന്നാന്ന് വെച്ചാൽ കോവയ്ക്ക് 1/4 കിലോയേ ഉള്ളൂ. അപ്പം അതിന് ഇത് മതിയാകും. പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാമല്ലോ. നമുക്ക് കോവയ്ക്ക് ഇട്ട് കൊടുത്താലോ? ഇട്ട് കൊടുക്കാം. കോവയ്ക്ക് ഇട്ടേച്ച് നമുക്കൊന്ന് മിക്സാക്കാം. എന്നിട്ട് അത് അവിടെ ഇരുന്ന് വെന്തോളും. ഈ വെള്ളം മതി കോവയ്ക്ക വേവും. കോവയ്ക്കൊന്നും അധികം വേവുള്ളതല്ലോ. അത് കാരണം പിന്നെ നമുക്ക് മൂടി വെച്ചത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇങ്ങനെ നമുക്ക് വേവൊന്ന് നോക്കിക്കളയാം. ദേ വെള്ളമൊക്കെ വറ്റി വേവൊക്കെ പാകമായി. ദേ ഇനി നമുക്ക് ഒരു പൊടിക്ക് വെള്ളം അടിയിലുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുടെയൊക്കെ ആ വെള്ളം അത് നമുക്ക് ഊറ്റി കളയണ്ട. ഒരർത്തമ്പി അത് ഡ്രൈ ആയിക്കോളൂ കേട്ടോ. ഒരു പൊടിക്ക് വെള്ളം ഞാൻ ചേർത്ത ഉപ്പും പുളിയും വെള്ളവും മാത്രം ആട്ടോ ഉള്ളൂ. രണ്ടാമതൊന്നും ചേർത്തില്ല. അത് നല്ല കറക്റ്റായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അത് മതിയായിരുന്നു. ഇതേ ഒരു കഷ്ണം തിന്നു നോക്കിക്കേ. നല്ലതല്ലേ? പഴമയുടെ കറിയായത്. കുറെ നാളുകളായിട്ടുള്ള പച്ചച്ചെമ്മീനും കൊണ്ട് തുടങ്ങിയിട്ട് ഉണക്കച്ചെമ്മീനാണ് പണ്ടത്തെ കറി. ഇനി വേറൊരു ഉണക്കച്ചെമ്മീൻ്റെ അങ്ങനെ ചെയ്യാനുണ്ട് നമുക്ക്. എന്നാൽ ഇത് നമുക്ക് കൊലത്താൻ നോക്കിയാലോ? ഇനി മാറ്റി വെച്ചേച്ച് നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം ഉലർത്താനായിട്ട്. ഇത് ഞാനിങ്ങനെ മാറ്റി. നമ്മളിത് ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കുക ഉലർത്താനായിട്ട്. ഇത് മതിയാവും. കുറച്ചല്ലേ ഉള്ളു സാധനം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറച്ച് ചുവന്നുള്ളി, ഒരു 6-7 ദളം ചുവന്നുള്ളി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. 2-3 ദളം വെളുത്തുള്ളി, പിന്നെ ഒരു പതിവ് സ്വല്പം വേപ്പില ഞങ്ങളുടെ ചട്ടിയിലേക്ക് ഇടുക കേട്ടോ. എണ്ണ ചൂടായി. ചുവന്നുള്ളി എന്തോരം ഇട്ടാലും നല്ലതാണ്. അപ്പം ചുവന്നുള്ളിയുടെ വില കൊണ്ട് ഞാനൊരു സ്വല്പം കുറച്ചാണ് കേട്ടോ. സവോളയും ചുവന്നുള്ളി ഇപ്പം കുറച്ച് കുറവാണ് യൂസ് ചെയ്യല. ഇനി ഇത് മൂട്ടി കഴിയുമ്പോൾ നമുക്ക് ചതച്ച മുളക് പൊടി ചേർത്താലോ? ചേർത്തത് ചേർത്ത് നമുക്ക് അങ്ങ് വളർത്താം. മൂട്ട് വരട്ടെ ഉള്ളി. ഉള്ളി മൂട്ടുതേ. മുളക് ചതച്ച മുളക് ചേർക്കുവാണേ. ദേ ഇത് മതിയാവും. ചതച്ച മുളകാകുമ്പോൾ നല്ല എരിവ് നിൽക്കും. അപ്പം പിന്നെ ഒരുപാട് ചേർത്താൽ നമുക്ക് കറിക്ക് മൂട്ടും. കോവയ്ക്ക് ഇടട്ടെ കേട്ടോ. ദേ ഇങ്ങനെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ കോവയ്ക്കാൻ മെഴുക്ക് വരട്ടി നമ്മുടെ കിച്ചണിൽ റെഡി ആയിരിക്കണം. ഇപ്പം അതൊക്കെ ഒന്ന് വളർന്ന് കിട്ടിയാൽ മതി. പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ എടുക്കാം കേട്ടോ. വളരട്ടെ. അധികം വലുതാനില്ല. വെള്ളാംശം അധികം ഇല്ല. അത് വെള്ളമയ അധികം ഇല്ല. നല്ല സ്മെല്ല് വരുന്നില്ല. ആ പുളിയുടെയും ഉണക്കച്ചെമ്മീൻ്റെ ഒക്കെ ആ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. നല്ലതാണ്. നല്ല കറിയാണ്. നമ്മൾ പച്ചച്ചെമ്മീനിട്ട് സാധാരണ വട്ടത്തിലരിഞ്ഞാൽ കോവയ്ക്ക ചെയ്യാറ് ഇവിടെ സ്ഥിരം തന്നെ. ഇതിപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇട്ടപ്പോൾ ഞാൻ പണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ അവിടെ ഇങ്ങനെ നീളത്തിലരിഞ്ഞേച്ച ഉണക്കച്ചെമ്മീൻ ഇടുമ്പോൾ ചെയ്യണത്. അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്ത് കൊടുത്തില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വെള്ളം വറ്റാനില്ല. ഇനി ആ പുളിവെള്ളം അങ്ങ് വറ്റി ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് ഇളക്കട്ടെ കേട്ടോ. നല്ല കറിയാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് കോരി ഡിസ്പ്ലേക്ക് എടുക്കാം.
വളരെ സ്വാദിഷ്ടമായ മറ്റൊരു നാടൻ കറി കൂടി റെഡിയായിരിക്കുകയാണ്. ഇനി ഊണ് കഴിച്ചാൽ മാത്രം മതി. നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന അതിരുചികരമായിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഓപ്ഷൻ വരുന്ന ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ ബൈ.